നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. ഒളകര ഉന്നതിയെ റവന്യൂ ഗ്രാമത്തിൽ ഉൾപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട് ടൗൺഷിപ്പ് പദ്ധതിക്ക് 351 കോടി രൂപയുടെ ഭരണാനുമതി. സംസ്ഥാനം സമസ്ത മേഖലയിലും സമഗ്ര വികസനം സാധ്യമാക്കിയതായി മുഖ്യമന്ത്രി. സമയബന്ധിതമായ വികസന കുതിപ്പിന് വേഗത നൽകി മേഖലാതല അവലോകന യോഗം. വാർത്തകൾ വിശദമായി. ഒളകര ഉന്നതിയെ റവന്യൂ ഗ്രാമത്തിൽ ഉൾപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൃശൂർ ജില്ലാതല യോഗത്തിൽ ഒളകര ഉന്നതിയിലെ മൂപ്പത്തി മാധവിക്ക് മറുപടി നൽകി സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് ഒളകര ഉൾപ്പെടെ ആകെ 600ഓളം റവന്യൂ ഗ്രാമങ്ങളിൽ സർക്കാർ നടപടി പൂർത്തീകരിച്ചു വരികയാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. നിലവിൽ ഒളകര ഉന്നതി വനാവകാശ നിയമപ്രകാരം ലഭിച്ച ഭൂമിയാണ്. ഈ ഭൂമി റവന്യൂ ഭൂമിയാകുന്നതോടെ ഒരു ഗ്രാമത്തിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഇവിടെ ലഭ്യമാകും. കാടിന്റെ ഉള്ളിൽ താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന അസൗകര്യങ്ങളും പരിമിതികളും ഇതിലൂടെ മറികടക്കാം. ഒളകര ഉന്നതിയിലെ ഭൂമിയിൽ കാട്ടുമരങ്ങൾ നിറഞ്ഞതിനാൽ കൃഷിക്ക് അനുയോജ്യമല്ലെന്നും അതിനാൽ കൃഷി നടത്താൻ പാകത്തിന് മരം മുറിച്ച് മാറ്റിത്തരണമെന്നും അവിടേക്ക് വെള്ളവും വെളിച്ചവും എത്തിച്ചു തരണമെന്നും ഊരുമൂപ്പത്തി മാധവി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഹൈക്കോടതി വിധി കൂടി പരിഗണിച്ച് വേണം മരം മുറിക്കലിന്റെ നടപടികൾ സ്വീകരിക്കാനെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഒളകര ഉന്നതിയിൽ 44 കുടുംബങ്ങളാണ് ഉള്ളത്. അവർക്ക് 1.5 ഏക്കർ ഭൂമി നൽകിയിട്ടുണ്ട്. 50 വർഷത്തോളമായി സ്വന്തമായി ഭൂമി എന്ന ആവശ്യമുന്നയിക്കുന്ന ഒളകര ഉന്നതിയിലെ നിവാസികൾക്ക് ഈ വർഷമാണ് സർക്കാർ വനാവകാശ രേഖ കൈമാറിയത്. സംസ്ഥാനം സമസ്ത മേഖലയിലും സമഗ്ര വികസനം സാധ്യമാക്കിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ കാസിനോ ഹോട്ടൽസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാതല യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കാലാനുസൃതമായുള്ള പുരോഗതി ഉണ്ടാവാതെ നിരാശയിലായിരുന്ന ജനതയ്ക്ക് മുൻപിൽ 2016 സർക്കാർ അധികാരത്തിൽ വന്നതോടെ സമസ്ത മേഖലയിലുമുള്ള വികസനമാണ് സാധ്യമാക്കിയത്. 9 വർഷ കാലയളവിൽ IT മേഖലയിൽ സമഗ്ര വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് യൂണിവേഴ്സിറ്റി, ഡിജിറ്റൽ സയൻസ് പാർക്ക്, കൊച്ചി വാട്ടർ മെട്രോ, ഇന്റർനാഷണൽ അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ രാജ്യത്തിന്റെ അഭിമാനമായ സ്ഥാപനങ്ങൾ കേരളമാണ് സൃഷ്ടിച്ചത്. ഇന്റർനാഷണൽ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട്, ജിനോം ഡാറ്റാ സെന്റർ, മെഡിക്കൽ ടെക്നോളജി കൺസോർഷ്യം, മൈക്രോബയോന്യൂട്രോസ്യൂട്ടിക്കൽ, 3 സയൻസ് പാർക്കുകൾ തുടങ്ങിയ മേഖലയിലുള്ള വികസനത്തിലൂടെ നമ്മുടെ നാടിനെ ആധുനിക വിജ്ഞാന വിപ്ലവത്തിലേക്ക് നയിക്കുകയാണ് സർക്കാർ ചെയ്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച വ്യാവസായിക നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി ഈ കാലയളവിൽ കേരളം മാറി. വ്യാവസായിക മേഖല 12% നിന്ന് 17% ഉയർന്നു. ഉൽപാദന മേഖലയിൽ 9% നിന്നും 17% വളർച്ച കൈവരിച്ചു. സംരംഭക വർഷം പദ്ധതിയിലൂടെ 3.5 ലക്ഷം സംരംഭങ്ങൾ ആരംഭിക്കാനായി. കൊച്ചിയിൽ നടന്ന നിക്ഷേപ സംഗമത്തിലൂടെ 1.5 ലക്ഷം കോടിയുടെ നിക്ഷേപ പത്രം ഒപ്പുവെച്ച് അത് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ് സംസ്ഥാന സർക്കാരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ് കേരളം. 4.5 ലക്ഷത്തിലധികം വീടുകൾ പൂർണ്ണമായി നിർമ്മിച്ചു നൽകി. 4 ലക്ഷത്തിലധികം പട്ടയ വിതരണവും സർക്കാർ നിർവഹിച്ചു. ആരോഗ്യമേഖല, പൊതുവിദ്യാഭ്യാസ മേഖല, കാർഷിക മേഖല തുടങ്ങിയ എല്ലാ മേഖലയിലും മികച്ച പുരോഗതി കൈവരിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചു. എന്നാൽ ഇത്തരത്തിലുള്ള പുരോഗതി കൈവരിക്കാൻ ആവശ്യമായ സഹായം കേന്ദ്ര സർക്കാർ നിഷേധിച്ചു. സംസ്ഥാനം നേരിട്ട ആപത്കരമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും കേന്ദ്ര സഹായം നിഷേധിക്കുകയും വൈകിപ്പിക്കുകയും ചെയ്തു. സംസ്ഥാനത്തെ സഹായിക്കാൻ പല വിദേശ രാജ്യങ്ങളും മുന്നോട്ട് വന്നപ്പോൾ ആ രാജ്യങ്ങളിൽ നിന്ന് സഹായം സ്വീകരിക്കില്ലെന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു.
വിഴിഞ്ഞം തുറമുഖം അടക്കമുള്ള അഭിമാനകരമായ വികസന പ്രവർത്തനങ്ങളിലൂടെ ലോകത്തിനു മുന്നിൽ സമാനതകളില്ലാത്ത കേരള മോഡൽ അവതരിപ്പിക്കാൻ ഇടതുപക്ഷ സർക്കാരിന് സാധിച്ചതായി റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിച്ചു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ഡോക്ടർ വി കെ രാമചന്ദ്രൻ, മേയർ എം കെ വർഗീസ്, MLA-മാരായ പി ബാലചന്ദ്രൻ, AC മൊയ്തീൻ, NK അക്ബർ, മുരളി പെരുന്നെല്ലി, സേവ്യർ ചിറ്റിലപ്പള്ളി, CC മുകുന്ദൻ, ET ടൈസൺ, KK രാമചന്ദ്രൻ, VR സുനിൽകുമാർ, UR പ്രദീപ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, തൊഴിൽ വകുപ്പ് സെക്രട്ടറി K വാസുകി എന്നിവർ വേദിയിൽ സന്നിഹിതരായിരുന്നു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സ്വാഗതവും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PK വേലായുധൻ നന്ദിയും പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കും. താമസത്തിനുള്ള മാസവാടക തുക അടിയന്തരമായി ലഭ്യമാക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പ് നിർമ്മാണ പ്രവർത്തന പുരോഗതി വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം. ടൗൺഷിപ്പ് നിർമ്മാണത്തിന് ഭരണ സാങ്കേതിക സാമ്പത്തിക അനുമതികൾ നൽകുന്നതിന് സമയക്രമം നിശ്ചയിച്ചു നൽകി. അനുമതിയോടെ വേണ്ട മരങ്ങൾ മുറിച്ചു മാറ്റുക, വൈദ്യുത വിതരണ സംവിധാനങ്ങൾ പുനഃക്രമീകരിക്കുക, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സാമ്പത്തിക സഹായം, അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് പുഴയുടെ ഒഴുക്ക് സുഗമമാക്കുക, ഉദ്യോഗസ്ഥരുടെ വിന്യാസം എന്നിവയിൽ നടപടികൾ ബന്ധപ്പെട്ട വകുപ്പുകൾ എത്രയും വേഗം പൂർത്തീകരിക്കണമെന്നും മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ, ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ, ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക്, മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം, അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ, വകുപ്പ് സെക്രട്ടറിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട് ടൗൺഷിപ്പ് പദ്ധതിക്ക് 351 കോടി രൂപയുടെ ഭരണാനുമതി. വയനാട് ടൗൺഷിപ്പ് പദ്ധതിക്ക് 358,48,3778 രൂപയുടെ ഭരണാനുമതിയാണ് നൽകിയത്. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കുള്ള ചെലവ് ഉൾപ്പെടെയാണിത്. കിഫ്കോൺ സാങ്കേതിക അനുമതി പുറപ്പെടുവിക്കേണ്ടതാണെന്ന നിബന്ധനയോടെയാണിത്. എൽസ്റ്റോൺ ടി എസ്റ്റേറ്റ് ലിമിറ്റഡ് ഫയൽ ചെയ്ത കേസിലെ ഹൈക്കോടതിയുടെ 11/4/2025 ഉത്തരവ് പ്രകാരം വയനാട് ജില്ലാ കളക്ടറുടെ CMDRF അക്കൗണ്ടിൽ നിന്ന് ഹൈക്കോടതി രജിസ്ട്രാറുടെ അക്കൗണ്ടിലേക്ക് 17 കോടി രൂപ നിക്ഷേപിച്ച ജില്ലാ കളക്ടറുടെ നടപടി സാധൂകരിച്ചു. 12/5/2025 ഉത്തരവ് പ്രകാരം വയനാട് ജില്ലാ കളക്ടർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 17 കോടി രൂപ അനുവദിച്ച സർക്കാർ നടപടിയും സാധൂകരിച്ചു. ടൗൺഷിപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഓഫീസറും EPC കോൺട്രാക്ടറും തമ്മിൽ EPC കരാർ ഒപ്പുവയ്ക്കുന്ന മുറയ്ക്ക് EPC കോൺട്രാക്ടർക്ക് മുൻകൂർ തുക അനുവദിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 20 കോടി രൂപ വയനാട് ടൗൺഷിപ്പ് സ്പെഷ്യൽ ഓഫീസർക്ക് അനുവദിക്കും. ശബരിമല ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര വിമാനത്താവള പദ്ധതിക്ക് വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനും അനുബന്ധ ജോലികൾക്കുമായി 4.366 കോടി രൂപ കൺസൾട്ടൻസി ഫീസായി നിശ്ചയിച്ച് നാവി മുംബൈയിലെ STUP കൺസൾട്ടൻസ് പ്രൈവറ്റ് ലിമിറ്റഡിനെ കൺസൾട്ടന്റായി നിയോഗിച്ച KSIDCയുടെ നടപടിയും വ്യവസ്ഥകളോടെ മന്ത്രിസഭായോഗം അംഗീകരിച്ചു. വിമാനത്താവള പദ്ധതി പുരോഗതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ രൂപീകരിച്ച കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. സമയബന്ധിതമായ വികസന കുതിപ്പിന് വേഗത നൽകി മേഖലാതല അവലോകന യോഗം. സാങ്കേതിക പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി വികസന പദ്ധതികൾക്ക് വേഗവും ദിശാബോധവും പകർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിലുള്ള തിരുവനന്തപുരം മേഖലാ അവലോകന യോഗം. കൂടുതൽ വേഗത്തിലും മിഴിവോടെയും വികസനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള ഇടപെടലും നിർദ്ദേശങ്ങളുമാണ് യോഗം നൽകിയത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ വികസന വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തുന്നതിനായാണ് തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മേഖലാ അവലോകന യോഗം സംഘടിപ്പിച്ചത്. ഇനിയും പൂർത്തീകരിക്കേണ്ട പദ്ധതികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും നിലവിൽ പുരോഗമിക്കുന്ന വികസനക്ഷേമ പദ്ധതികളുടെ വേഗം കൂട്ടാനും ആവശ്യമായ തീരുമാനങ്ങളും നടപടികളുമാണ് യോഗത്തിലുണ്ടായത്. അതോടൊപ്പം ജില്ലകളിലെ വിവിധ മേഖലകളിലെ പൊതുവായ വികസന പുരോഗതിയും വിലയിരുത്തി. യോഗത്തിൽ വകുപ്പ് സെക്രട്ടറിമാർ പദ്ധതി നിർവഹണത്തിലെ പുരോഗതി വിശദീകരിച്ചു. മന്ത്രിമാരായ കെ രാജൻ, കെ കൃഷ്ണൻകുട്ടി, KB ഗണേഷ് കുമാർ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, റോഷി അഗസ്റ്റിൻ, KN ബാലഗോപാൽ, P രാജീവ്, BN വാസവൻ,
സജി ചെറിയാൻ, PA മുഹമ്മദ് റിയാസ്, B ശിവൻകുട്ടി, MB രാജേഷ്, ഡോക്ടർ R ബിന്ദു, GR അനിൽ, P പ്രസാദ്, വീണ ജോർജ്, J ചിഞ്ചുറാണി, OR കേളു, ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക്, അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ, വകുപ്പ് സെക്രട്ടറിമാർ, വകുപ്പ് തല മേധാവികൾ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. അന്തരിച്ച തൃശൂർ അയ്യന്തോൾ സർവേ സൂപ്രണ്ട് ഓഫീസിലെ സർവേയർ വിജിയുടെ നിര്യാണത്തിൽ റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.